ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മക്കളുടെ സ്കൂളിൽ കഴിഞ്ഞ ദിവസം ക്ലാസ് പാർട്ടി ആയിരുന്നു. വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ആവില്ല, അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും. അപ്പോൾ റോസൂൻ്റെ ആ ഒരു ഗ്രേഡിലുള്ള, അതായത് ചെറിയ ഗ്രേഡിലെ കുട്ടികൾക്ക് ക്രേസി ഹെയറിൽ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ റീനും റോസിനും ഫുഡ് എന്തെങ്കിലും കൊടുത്തയക്കണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ റോസുവിൻ്റെ ക്രേസി ഹെയർ സ്റ്റൈലിനായിട്ടുള്ള കുറച്ച് ആക്സസറീസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് കൊടുക്കണമല്ലോ. പിന്നെ ഗൂഗിളിൽ നോക്കിയപ്പോൾ കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസൊക്കെ കണ്ടു. അതൊക്കെ ആ നേരം വെച്ചിട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെഡ് ബാൻഡ്സൊക്കെ വാങ്ങിച്ചു. ഇപ്പോൾ സ്ലൈഡ് ആവശ്യം ഉണ്ടാവും എന്നുള്ളതൊന്നും അറിയില്ല, അപ്പോൾ സ്ലൈഡ് കുറച്ച് വാങ്ങിച്ചു. പിന്നെ ചിലതൊക്കെ നല്ല കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, ചിലത് ഭയങ്കര യൂഷ്വലായിട്ട് കാണുന്നതൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴും ഇത് റോസിൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം അവിടുന്ന് അപ്രതീക്ഷിതമായിട്ട് അവരെ കണ്ടു. പിന്നെ ഇതിങ്ങനെ എന്താ പറയുക, ഹെയറിൽ വെക്കുന്ന സാധനങ്ങളൊന്നുമല്ല, ഇത് ക്രാഫ്റ്റിൻ്റെ എന്തോ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് കളർഫുള്ളായിട്ട് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ചെന്നേ ഉള്ളൂ. അത് വെച്ചിട്ട് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല കേട്ടോ. വേറെ പല മോഡൽസാണ് മനസ്സിൽ ആ സമയം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാനുള്ള സ്നാക്ക് ഉണ്ടാക്കാനുള്ള ചിക്കനൊക്കെ വാങ്ങിച്ചു. അന്നത്തെ ദിവസം വൈകിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് കൊടുക്കാം കേട്ടോ, ലാസ്റ്റ് കൊടുക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേയിലെ മോർണിംഗ് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ആ ഒരു റെസിപ്പി വീഡിയോ ലാസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ദിവസമാണ് അവരുടെ ക്ലാസ് പാർട്ടി ഉള്ളത്. അപ്പോൾ റോസുവിൻ്റെ പതിവായിട്ട് ഇപ്പം ലേറ്റായിട്ടാണ് അവൾ കിടന്നുറങ്ങുക. അതുകൊണ്ട് തന്നെ രാവിലെ എണീപ്പിക്കാൻ ഭയങ്കര പാടാണ്. വിളിച്ചാലും എണീക്കില്ല. കിടന്നുറങ്ങുന്ന സമയത്ത് പറയും നേരത്തെ എണീപ്പിക്കണം എന്നൊക്കെ, പക്ഷെ വിളിച്ചാൽ എണീക്കേയില്ല. അപ്പോൾ ഞാൻ അവർക്ക് ചിക്കൻ പോപ്കോണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് ശേഷം കൊടുക്കാം കേട്ടോ, കാരണം ഫസ്റ്റത്തെ റെസിപ്പി കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കിയിട്ടുള്ളത്. കിട്ടില്ല ടേസ്റ്റാണ്, ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പം ഞാൻ തലേ ദിവസം ഞാനും മക്കളും എല്ലാവരും കൂടി അതുണ്ടാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഫ്രൈ ചെയ്യാനേ ഉള്ളൂ കേട്ടോ. റീനും റോസുവിനും കൊടുത്തയക്കണം. കുറേശ്ശെ കൊടുത്തയക്കുന്നുള്ളൂ, കാരണം ഇനിയും ഉണ്ടായിരുന്നു മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ബാക്കി ഫ്രീസറിൽ വെച്ചു. ഇതിനും കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നേരെ ഫ്രൈ ചെയ്താൽ മതി. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരു 2-3-4 ദിവസമൊക്കെ ഇങ്ങനെ ഫ്രീസറിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചിക്കൻ പോപ്കോൺ റെഡിയാക്കാൻ പറ്റും. ഇതിൻ്റെ മാവ് റെഡിയാക്കാൻ ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ഇതിങ്ങനെ ബോളാക്കി എടുക്കാനുള്ള ഒരു ടൈം കൺസ്യൂമിങ് ആണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുണ്ട്. പക്ഷേ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ കുറേ സമയം പിടിക്കുമല്ലോ, കുറേ ബാച്ചായിട്ടല്ല ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ആക്കിയ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ കറി തലേ ദിവസത്തെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വെക്കുകയാണ്. അപ്പോൾ റോസുവിന് കളർ ഡ്രസ്സിലാണ് വരാൻ പറഞ്ഞിട്ടുള്ളത്. റീന് നോർമൽ ഡ്രസ്സ് തന്നെ, യൂണിഫോം തന്നെയാണ്. അപ്പോൾ റോസു കളർ ഡ്രസ്സ് അവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഈ ചിക്കൻ പോപ്കോൺ ഓരോ ബാച്ചായിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയാലേ അവർ പോകുമ്പോഴേക്കും ഒന്ന് റെഡിയായി കിട്ടുള്ളൂ. ഒരുപാട് ഫ്രൈ ആക്കണ്ടല്ലോ. ഞാൻ ആദ്യം ഈ രാവിലെയുള്ള തിരക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ട് തലേ ദിവസം തന്നെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം എന്നുള്ള രീതിയിലായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തന്നെ വേണം, ചിക്കൻ പോപ്കോൺ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചപ്പോൾ പിന്നെ അതിന്മേൽ നിന്നതാണ്. എന്ന് വെച്ചാൽ രാവിലെ ഈ സ്കൂൾ ബസ്സൊക്കെ വരാൻ നേരം നമ്മളത് ഫ്രൈ ചെയ്യാനും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും ഡ്രസ്സ് മാറ്റുന്നതും അവളുടെ ക്രേസി ഹെയറും കൂടി റെഡിയാക്കാണ്ടല്ലോ, എല്ലാം കൂടി ആകുമ്പം ഒട്ടും തന്നെ സമയം ഉണ്ടാവില്ല എന്ന് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞതാണ്. പക്ഷേ അവർക്ക് ഇത് വേണം നിർബന്ധം. ഇത് പിന്നെ നമ്മൾ രാവിലെ തന്നെ അല്ലേ ഇത് ഫ്രൈ ചെയ്യാനും പറ്റുള്ളൂ. അപ്പം നേരത്തെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ. അതാണ് ഞാൻ പിന്നെ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ, ബാക്കി പരിപാടിയൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഫ്രൈ ആക്കുന്നത് മാത്രം, അതും പിന്നെ ക്രേസി ഹെയറും മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ബാച്ചായിട്ട് ഫ്രൈ ആക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ള പരിപാടികളും ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ചിക്കൻ കറി ചൂടാക്കാൻ വെച്ചു. പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു, ബ്രെഡും ചിക്കൻ കറിയും കൂട്ടിയിട്ടാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ. രാവിലെ ബ്രെഡ് ഞാൻ കൊടുക്കാറില്ല, പ്രത്യേകിച്ച് സ്കൂളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഇതാണ് അവളുടെ ക്രേസി ഹെയറിനായിട്ടുള്ള ആക്സസറീസ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ വാങ്ങിച്ചതെല്ലാം ഞാൻ ട്രെയിൽ നിരത്തി വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന ഒരു പിടുത്തമില്ല കേട്ടോ. അപ്പം എങ്ങനെയായി വരുന്നത് അതുപോലെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു.
ഗൂഗിളിൽ നോക്കിയ സമയത്ത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചിലതൊക്കെ കണ്ടു. അതൊക്കെ ചെയ്ത് കൊടുക്കണമെന്നുണ്ട്, പക്ഷെ ഒരുപാട് ടൈം എടുക്കും. പിന്നെ നല്ല കോമൺ ആയിട്ടുള്ളതും കണ്ടു. അത് പിന്നെ കോമൺ ആയതുകൊണ്ട് ഒന്ന് ചെയ്ത് കൊടുക്കാനൊരു മടി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോളും എന്ന് വിചാരിച്ചിട്ട് അവിടെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റൈലിൽ ഞാൻ ആക്കി കൊടുത്തു, പക്ഷെ അത് എല്ലാം കഴിഞ്ഞ് വന്നപ്പം അത്ര അങ്ങോട്ട് ക്രേസി ആയിട്ട് കണ്ടില്ല. അങ്ങനെ പിന്നെ അത് അഴിച്ചു. പിന്നെ അപ്പോഴേക്കും സ്കൂൾ ബസ് വരാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീനു ഭയങ്കര തിരക്ക് കൂടുതൽ. സ്കൂൾ ബസ് പോവും, വേഗം റെഡിയാക്കി റോസിനെ പപ്പ കൊണ്ടാക്കി കൊടുത്തോളും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ റീനുള്ള പോപ്കോൺ റെഡിയാക്കി കൊടുക്കുകയാണ്. എന്തായാലും അവൾ സ്കൂൾ ബസ്സിൽ പോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് റോസുവിനെ ഇക്ക കൊണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ എടുത്തിട്ട് അവൾക്ക് ആദ്യം പറഞ്ഞത് മുടി ഇങ്ങനെ മെടഞ്ഞിടാനായിരുന്നു. മെടഞ്ഞിടാൻ നിന്നാൽ ഇപ്പം എന്തായാലും ഇന്ന് കഴിയലുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇതുപോലെ അങ്ങോട്ട് ആ ഒരു സംഭവം കൊണ്ട്, ആ ഒരു ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ സംഭവം കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തു. അതിങ്ങനെ മെടഞ്ഞിട്ടിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ മെടഞ്ഞിടാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, ഓൾറെഡി ലേറ്റായിരുന്നു. പിന്നെ റോസിനാണെങ്കിൽ ചെറുതായിട്ട് ഒരു ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും തന്നെ വയ്യ, ചെറിയ ചുമയൊക്കെ വന്നിട്ട്. പക്ഷെ അവൾക്ക് ക്ലാസ് പാർട്ടി ആയതുകൊണ്ട് തന്നെ പോവും വേണം, ഇതുപോലെ സ്റ്റൈലായിട്ട് ചെയ്യും വേണം, എല്ലാം കൂടി ആയിട്ട്. അപ്പോൾ ഞാൻ ഹെയർ ബാൻഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഫ്രണ്ടിൽ മാത്രം ആക്കി കൊടുത്തു, ബാക്കിൽ ഇതുപോലെ ആക്കി കൊടുത്തു. അപ്പോൾ നല്ല കളർഫുള്ളായിരുന്നു. ഞാൻ വിചാരിച്ച മോഡലിലല്ല ആക്കിയത്, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത കളർഫുള്ളായിട്ട് ക്രേസി ആയിട്ട് വന്നിട്ടുണ്ട്. റോസിന് ചുമ വന്നിട്ട് മുഖമൊക്കെ ആകെ ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലാസ് പാർട്ടി ആയതുകൊണ്ട് പോവാണ്ടിരിക്കാനും വയ്യല്ലോ ക്ലാസ്സിലോട്ട്. അപ്പം ആ ഒരു അതുകൊണ്ടാണ് ആ സന്തോഷം മുഖത്തില്ലാത്തത്. അപ്പോൾ എങ്ങനെയുണ്ട് ക്രേസി ഹെയർ സ്റ്റൈൽ? എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്സും അറിയിക്കൂ. ഇഷ്ടമായെങ്കിൽ മാത്രം ഇഷ്ടമായി എന്ന് പറയും കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എപ്പോഴും പറയുന്നതാണ് ലൈക്ക് ചെയ്യണം എന്നൊക്കെ, അപ്പം പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇതിപ്പം വേറെ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ. മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ പരിപാടി. റൂഹിൻ്റെ ടീഷർട്ട് ഉണ്ടോ, നമ്മുടെ എംബ്ലം വെച്ചിട്ടുള്ള ടീഷർട്ടാണ്. അപ്പം റൂഹിൻ്റെ പരിപാടി ഇതാ ടി വിയാണ്, കിടന്ന ടി വിയാണ്. അപ്പോൾ എനിക്കൊരു അൺബോക്സിംഗ് ഉണ്ട്. അബായയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. വേറൊന്നല്ല, നമ്മുടെ ഈദിനിടാനുള്ള പെരുന്നാൾ ഡ്രസ്സുകളാട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്തവണ ഡ്രസ്സ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. അതായത് എനിക്കും മക്കൾക്കും ഓൾറെഡി നമ്മളിപ്പോൾ അടുത്ത് ഡ്രസ്സ് എടുത്തതാണ്. അപ്പോൾ പെരുന്നാൾക്കായിട്ട് ഡ്രസ്സ് എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഓൾറെഡി പുതിയ ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മേലൊക്കെ കുറേ ഡ്രസ്സ് വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും ഗിഫ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ മാഷാ അല്ലാ, എങ്ങനെ ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചാലും ഗിഫ്റ്റായിട്ടെങ്കിലും അത് വരും. മാഷാ അല്ലാ, അത് വലിയൊരു കാര്യം, അൽഹംദുലില്ലാ. പിന്നെ അപ്പോൾ അബായസാണ് വന്നിട്ടുള്ളത്. 3 അബായസാണ് കൊടുത്തു വെച്ചിട്ടുള്ളത്. അബായസൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ പലരല്ല, കുറച്ച് പേര് മാത്രം മെസ്സേജ് അയക്കാറുണ്ട്. ഒരുപാട് അബായസ് ഉണ്ടല്ലോ, കുറച്ച് പേർക്കൊക്കെ കൊടുത്തൂടെ, എന്തിനാണ് ഇങ്ങനെ എടുത്തു വെക്കുന്നത്, ഒരുപാടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ അബായസ് കാണിക്കുന്നുണ്ട്, അബായ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ അബായസൊക്കെ ഇവർ സെൻഡ് ചെയ്ത് തരുന്നത് ഞാനിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. എന്നാലല്ലേ നിങ്ങളത് ശ്രദ്ധിക്കുള്ളൂ. അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് അവരെനിക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പം ഞാനത് ഒരുപാട് അബായസ് ഇവിടെ എടുത്ത് വെക്കാറൊന്നുമില്ല. ഞാൻ എൻ്റെ കഴിവിൽ പരമാവധി ഞാൻ കൊടുക്കാറുണ്ട്. അതൊന്നും ഞാൻ പബ്ലിക്കായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ചെയ്തതും സക്കാത്ത് കൊടുത്തതും ഒരാൾക്ക് കൊടുക്കുന്നൊന്നും അങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞാൽ അതിൻ്റെ കൂലി പോകുന്നതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ദയവായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കാണ്ടിരിക്കുക. അപ്പോൾ ആദ്യത്തെ അബായ കണ്ടല്ലോ, ഇനിയിപ്പോൾ രണ്ടാമത്തെ അബായാണ്. ഇത് നല്ലൊരു ഓർഗാൻസ ആ ഒരു ക്ലോത്തിലുള്ളതാണ്, നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടെ ഭംഗി തോന്നുക. പക്ഷേ ഇതെനിക്ക് പെട്ടെന്നായതുകൊണ്ട് എനിക്ക് ഇട്ട് കാണിക്കാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ ഇട്ടിട്ട് വേറെ വീഡിയോയിൽ ഷെയർ ചെയ്യേണ്ട കേട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും താങ്ക് യു ആമിയുടെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഞാൻ അവരുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്, ഷോപ്പിൻ്റെ ഒക്കെ. അപ്പോൾ ഷോപ്പിൽ പോയിട്ട് തന്നെ വാങ്ങിക്കാൻ നോക്കുക. അവിടെ മെഹന്തി ഉണ്ട് കേട്ടോ, മൈലാഞ്ചി ഉണ്ട്, നെയിൽ കോണുണ്ട്, കയ്യിലിടുന്ന ഓർഗാനിക് കോൺസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതും നിങ്ങൾക്ക് വാങ്ങിക്കാം. പിന്നെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ഈ അബായസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ 3 അബായസും കണ്ടല്ലോ. അപ്പം ആവശ്യമുള്ളവർ, ഇനിയിപ്പോൾ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അല്ലാത്തവർക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം.
നാട്ടിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അവിടെ പല ഷെയ്ഡ്സിൽ കിട്ടാത്ത ഷെയ്ഡ്സിലുള്ള ഹിജാബ്സൊക്കെ ഉണ്ട്. അത് ഹൈ ക്വാളിറ്റി ഇന്തോനേഷ്യൻ ഹിജാബ്സൊക്കെയാണ്. അപ്പം അങ്ങനെ നല്ല നീളവും വീതികളിലൊക്കെ ഹിജാബ്സാണ്. അപ്പോൾ അതും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് പോപ്കോണിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഞാൻ തലേ ദിവസം നമ്മൾ ആ ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ചിക്കനൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന ചിക്കൻ്റെ ഫില്ലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതായത് 500 ഗ്രാമിൻ്റെ 2 പാക്ക് എടുത്തു. അതായത് 1 കിലോ ചിക്കൻ ഫില്ല എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു പാക്ക് 500 ഗ്രാമായിരുന്നു, അങ്ങനെ 2 പാക്ക് എടുത്തു. അപ്പോൾ 1 കിലോ ചിക്കൻ ഫില്ല ഉണ്ടത്. അപ്പോൾ ഇതിലേക്കുള്ള മെഷർമെൻറ്റ്സ് പറയുകയാണെങ്കിൽ ഞാൻ ഇത് എല്ലാം കൂടി നമുക്ക് ബ്ലെൻഡറിൽ അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 2 ബാച്ചായിട്ട് അരച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഓരോ ബാച്ചിൻ്റെയും മെഷർമെൻറ്റ്സ് പറഞ്ഞുതരാം. അതായത് 1/2 കിലോ ചിക്കൻ ഫില്ലേ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മെഷർമെൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. അതിനെ ഡബിൾ എടുത്താൽ മതി നിങ്ങൾ 1 കിലോ എടുക്കുമ്പോൾ കേട്ടോ. 1/2 കിലോയുടെ ചിക്കൻ ഫില്ലേ മെഷർമെൻറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഫില്ലേ ഇതുപോലെ ഒരു മീഡിയം സൈസ്ഡ് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകുക, വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്യുക. എന്നിട്ട് ആദ്യം നമുക്ക് ബ്ലെൻഡറിൻ്റെ ജാറെടുത്തിട്ട് ബ്രെഡാണ് പൊടിച്ചെടുക്കേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്. 10 ബ്രെഡിൻ്റെ സൈഡ് കളഞ്ഞ് വെക്കുന്നുണ്ട്. അതായത് 1 കിലോ ചിക്കൻ ഫില്ലയിലോട്ടാണ് നമുക്ക് 10 ബ്രെഡ് വേണ്ടത്. അതായത് 1/2 കിലോയിലോട്ട് നമുക്ക് 5 ബ്രെഡ് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവില്ല എന്ന് വിചാരിക്കുന്നു. ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 ബാച്ചായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ പകുതി ആക്കിയിട്ടാണ് ബ്രെഡ് ക്രംസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ മൊത്തത്തിൽ ആദ്യം പൊടിച്ചെടുക്കുകയാണ്. എന്നിട്ട് അത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ ബാച്ച് എടുത്തിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്തെടുക്കും. അപ്പോൾ ആദ്യത്തെ പൊടിച്ചെടുത്തു. ബ്രെഡ് ക്രംസും നമ്മളിതുപോലെ എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രെഡ് ഇതാ പൊടിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ആ സെയിം ബ്ലെൻഡറിലോട്ട് തന്നെ കുറച്ച് ബ്രെഡ് പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. കാരണം പറഞ്ഞല്ലോ, എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ബ്ലെൻഡർ ജാറിൽ അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിപ്പം 1/2 കിലോ ചിക്കനിലോട്ട് വേണ്ട മെഷർമെൻറ്റ്സാണ് പറയുന്നത് കേട്ടോ. ഒരു മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും, പിന്നെ 1 ടീസ്പൂണോളം ചിക്കൻ മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഒരു ബൗളിൽ ഇതുപോലെ സൺഫ്ലവർ ഓയിൽ ഒന്ന് തടവി കൊടുത്തിട്ട് അരച്ചെടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തു, രണ്ടാമത്തെ ബാച്ച് ഇത് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ബ്രെഡിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് ബാക്കി അവിടെ ഉണ്ടായിരുന്നു. അതൊന്നും കൂടെ ഒന്നുകൊണ്ട് ബ്ലെൻഡറിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് അരച്ചു കൊടുക്കുന്ന സമയത്ത് ചിക്കനും 1 മുട്ടയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളിയും പിന്നെ അതുപോലെ ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ടാണ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം 1 കിലോ ചിക്കൻ ഫില്ലയിലോട്ട് നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മാത്രം മതി കേട്ടോ, ഒരുപാടൊന്നും ചേർക്കേണ്ട ഉപ്പ്. പിന്നെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലോണം കുഴച്ചെടുക്കുക. കുറച്ച് ഓയിൽ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് കയ്യിൽ ഇതുപോലെ ഓയിൽ ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്നിങ്ങോട്ട് ബോളാക്കി എടുക്കുക. എന്നിട്ട് ഇത് കോൺഫ്ലോറാണ്, കോൺഫ്ലോറിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഇപ്പം എന്താ പറയുക, കോൺഫ്ലോർ, മുട്ട ഇതൊന്നും യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നാണെങ്കിൽ, അതായത് മുട്ട നമ്മൾ ഇത് കോട്ട് ചെയ്തെടുക്കാൻ മുട്ട എടുക്കുന്നുണ്ട്, അങ്ങനെ ഇഷ്ടമില്ല എന്നാണെങ്കിൽ ഈ ഒരു മാവ് ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് അത് കുറച്ച് നേരം ഫ്രീസറിൽ വയ്ക്കുക. അപ്പോൾ ഒന്നുകൊണ്ട് സെറ്റാവും. അതിനുശേഷം ബോളാക്കിയിട്ട് നേരെ കോൺഫ്ലേക്സിൻ്റെ പൊടിയിലോട്ട് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഇവിടെ മുട്ടയുടെ മിക്സും കോൺഫ്ലേക്സ് ബ്ലെൻഡറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അത് മാറ്റി വെച്ചതാണ്. ഇനി നമ്മൾ ഈ ബോളാക്കിയിട്ട് നമ്മൾ കോൺഫ്ലോറിൽ റോൾ ചെയ്തില്ലേ, അതെടുത്തിട്ട് മുട്ടയുടെ മിക്സിലൊന്നങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുക. മുട്ടയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. കുറേ ഉപ്പിടരുത്, ഉപ്പ് കൂടി പോയിട്ടുണ്ടെങ്കിൽ സ്നാക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് നേരെ അതുപോലെ കോൺഫ്ലേക്സിൻ്റെ ആ ഒരു പൊടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ചെയ്യാൻ നിന്നാൽ ഇപ്പോൾ ഇന്നൊന്നും കഴിയില്ല. അപ്പോൾ നമുക്കൊരു 10-12 ഒരുമിച്ച് നമുക്ക് ഈ മുട്ടയുടെ മിക്സിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങനെ ആ ഒരു പാത്രം അങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് മുട്ടയുടെ മിക്സിൽ നിന്ന് മുട്ട അങ്ങനെ ഡ്രെയിൻ ചെയ്തിട്ട് വേണം അത് കോൺഫ്ലേക്സിൻ്റെ പൊടിയിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബോൾ. എന്നിട്ട് ആ പാത്രം ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പം റീനു റോസും കൂടി ചെയ്യുന്നതുകൊണ്ട് ഞാൻ പിന്നെ അവരെങ്ങനെയെങ്കിലും ചെയ്യട്ടെ, അത് കംപ്ലീറ്റ് ആയി കിട്ടിയാൽ മതിയല്ലോ വിചാരിച്ചിട്ട് അവരുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അവർ 2-3 വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഒരുപാടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 ഈ മുട്ടയുടെ മിക്സിയിലോട്ട് ഇട്ടിട്ട് അതിങ്ങനെ നന്നായിട്ട് ഇതുപോലെ ഡ്രെയിൻ ചെയ്യണം കേട്ടോ. മുട്ടയുടെ മിക്സ് ഓർക്കനെ നമ്മൾ ഈ കോൺഫ്ലവറിൻ്റെ ഇതിലോട്ട് ഇട്ട് കൊടുക്കരുത്.
ഇതിപ്പം അവർക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനുള്ളത് കൊണ്ട് അവർ ഭയങ്കര കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നമുക്ക് കഴിക്കാനുള്ളതാണെങ്കിൽ അവർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. റീനുവൊക്കെ പ്രത്യേകിച്ച് റീനുവിന് ഇങ്ങനത്തെ പണികളൊന്നും ഇഷ്ടമല്ല. റോസിന് പിന്നെ ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മാവ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം കൂടി പറയാണ്ട്. അപ്പോൾ ഇതിങ്ങനെ എല്ലാം കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. നമ്മളിത് സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഫ്രീസറിൽ കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചാൽ കുഴപ്പമില്ല. ഫ്രീസ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് വിട്ട് വെച്ചിട്ട് ഫ്രീസ് ചെയ്യുക. എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളെടുത്തിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എല്ലാം കൂടി ഒരുമിച്ച് മുട്ടയുടെ മിക്സിലിടുക. എന്നിട്ട് അതുപോലെ കോൺഫ്ലവറിൻ്റെ പൊടിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒന്നിങ്ങനെ ആ ഒരു പാത്രം ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുക. ഇതിങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് റെഡിയാവും. കണ്ടോ? എന്നിട്ട് നമ്മൾ ഓരോ ബോളായിട്ട് ഇങ്ങനെ മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാം കൂടി കോട്ടായിട്ട് കിട്ടാൻ കുറേ സമയം പിടിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കാണിച്ചല്ലോ, നമ്മൾ ട്രേയിലാക്കുന്നതും ഫ്രീസറിൽ വെക്കുന്നതും. അങ്ങനെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഞാനിതാ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ പ്ലേറ്റിൽ വെച്ചിട്ടാണ് ഫ്രീസ് ചെയ്തെടുത്തില്ല കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുണ്ട്. ഇത് ഞാൻ നേരത്തെ കാണിച്ചു, അതുകൊണ്ട് ഞാനിത് വീണ്ടും കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.